ചേട്ടാ പേരെന്താ? ജിതേഷ്. എത്ര സമയം എടുക്കും? അതെ, നമ്മൾ ഈ പുലികളെയാണ് കാണാറുള്ളത് സത്യത്തിൽ. പക്ഷേ ഈ പുലികളെ ഒരുക്കുന്ന പുലികളായ കലാകാരന്മാർ ഇങ്ങനെയുള്ള പുലിയുടെ നോക്കൂ, ഈ പുലിയുടെ പടം നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവർ വരയ്ക്കുകയും അതെ, മുഖം ഇത് പേപ്പറിലല്ല വരയ്ക്കുന്നത്, ഒരാളുടെ ദേഹത്താണ്. നേരത്തെ മന്ത്രി രാജേട്ടൻ പറഞ്ഞാൽ ഒരാളുടെ ദേഹത്താണ് വരച്ചോണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സസ്പെൻസ്. ഇത് എത്ര സമയം എടുക്കും? ഇത് അരമണിക്കൂറിനുള്ളിൽ കഴിക്കണം. അതൊരു ടാർജറ്റ് ഉണ്ട്. അടുത്ത പുലിയെ പിടിക്കണം. അതെ, അല്ലെങ്കിൽ പുലി ചാടി പോവും. എത്ര പുലിയെ പിടിക്കും ഒരു ദിവസം? എനിക്ക് 10 ടാർജറ്റ് ഉണ്ട്. പുലി മുരുകനാ ഇപ്പൊ ഇവിടുത്തെ 10 പേര് ടാർജറ്റ് ഉണ്ട്. ഇതിന്റെ കൂട്ട് എങ്ങനെയാ? ഇത് കൂട്ട് അത് അമ്മിക്ക് എടുക്കണില്ലേ, അത് ഒരുപാട് സ്ട്രഗിൾ ഉള്ള പരിപാടിയാണ്. ഇതിന്റെ പ്രത്യേക ചായക്കൂട്ടാ, പ്രത്യേക ചായക്കൂട്ട ക്ലിയർ വാർണിഷില് എന്നിട്ട് അരച്ചെടുത്ത് അമ്മിക്കല്ലിൽ അരച്ചെടുത്ത് ഇത് പേസ്റ്റ് പരുവാക്കിയിട്ട് വേണം നമുക്ക് ഇത്രയും മിനുസായിട്ടുള്ള ഈ പരുവത്തിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. അത് ഇന്നലെ തന്നെ ഒരുപാട് ആളുകൾ ഉറക്കൊളിച്ച് സെറ്റാക്കി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും രാവിലെ വരുമ്പോൾ. അവർ പറയോ ഇന്ന പോലെ ആയിരിക്കണം നമ്മുടെ പുലി എന്ന് പറയോ? സംഘാടകർ പറയോ പുലി ആയിരിക്കണം എന്ന് പറഞ്ഞു ആയാലും കിട്ടും. അതെ, ഏറ്റവും വലിയ അങ്ങോട്ട് നോക്കി ഒരു ശിക്ഷണ നടപടി പോലെയാണ് നിൽക്കുന്നത്. അതെ, ഇതിപ്പോ നമ്മൾ 2 പുലിയായിട്ടുള്ള ഞെട്ടുപുലിട്ട് ആണല്ലേ? രണ്ടാമത്തെ പുലിയായുള്ളൂ. അതെ, 2ാമത്തെ പുലിയുള്ളൂ. ഇത് വരച്ചിട്ട് ബാക്കി എണ്ണത്തിനെ പിടിക്കാം. അതെ, വേഗം വരച്ചോ, ഇല്ലേ പോ ചാടി പോകും. അതെ, വടി പിടിച്ച പുലിയെ കാണാം. വടി പിടിച്ച പുലി എന്ന് പറയുന്നത് അതെ, മണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ സൈഡിലോട്ട് പൊളിച്ചോണ്ട് തന്നെ. ഇനി ഒന്നുകൂടെ ഒന്ന് ചലിപ്പിച്ച പുലി ഒന്ന് അത് തന്നെ എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ? പിന്നെ അടിപൊളി. വരച്ച് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇല്ല, ആളാണ് വരച്ചത് ആളാണ്. 6:45 6 തുടങ്ങി. ഇപ്പൊ ഇനി കുറച്ചും കൂടി ഉണ്ട്. പുള്ളി കുത്തണം. ഇനി പുള്ളി കുത്താനുണ്ടല്ലേ? പുള്ളി കുത്താനുണ്ട്. ഇത് ഇങ്ങനെ ഉണങ്ങാനല്ലേ ഇങ്ങനെ നിൽക്കുന്നത്? ദേഹത്ത് തുടരുത്. ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ കളർ പരക്കും. വലിഞ്ഞതിന്റെ അവിടെ പാട് വരും. അപ്പൊ ഇതൊന്ന് വലിയണ വരെ ഇതൊന്ന് ഇങ്ങനെ നിൽക്കണം നമ്മള്. എത്ര നാളത്തെ തയ്യാറെടുപ്പാ ഒരു പുലിയാകാൻ വേണ്ടി? ഞാനിപ്പോ 4 കൊല്ലായി. 4ാമത്തെ കൊല്ലമാണ് ഇത്തവണ ഇറങ്ങി. 4ാമത്തെ കൊല്ലാണ് ഈ വർഷം ഇറങ്ങുന്നത്. എങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ഈ വയറൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് 3-4 വർഷമായിട്ടുള്ളതാ. പിന്നെ പണ്ടൊക്കെ നമ്മള് വണ്ണം കുറവായിരുന്നു. പിന്നെ പുലിയാകാൻ വേണ്ടി അങ്ങ് സെറ്റ് ചെയ്തു. പുലിയായിട്ട് അങ്ങ് ഇതായി തകർക്കണം നമുക്ക്. ഇനി എന്ത് 3 മണി വരെ ഇങ്ങനെ നിക്കണം ഞങ്ങള്. അന്നേരത്തിന് ഉണങ്ങുള്ളൂ. അതിനൊരു പടം ഉണങ്ങും. അപ്പൊ 3 മണി വരെ എന്നാല് ഇവിടുന്ന് പോവുള്ളൂ. 3 മണിക്ക്. ഇത്തവണത്തെ കളി കഴിഞ്ഞ് പോയാൽ പിന്നെ അടുത്തതിന് വേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പാണ്. ഒരു വർഷത്തോളം നീണ്ടൊരു കാത്തിരിപ്പും തയ്യാറെടുപ്പും ഉണ്ട്. വലിയൊരു അധ്വാനമുണ്ട്. വലിയൊരു അധ്വാനം ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ഭംഗിയിൽ കാണുന്ന പോലെ മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നിലേക്ക് വരും. ആ ചെരുപ്പൊന്ന് കാണിച്ചേ മഹേഷേട്ടാ. പുലിക്കുള്ള ചെരുപ്പ്, ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും അതിന്റെ ഒരു പ്ലാനിങ് ആണ്. ഇന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഇന്ന കളറിലുള്ള പുലിയാണ് ഇത്, ഇന്ന പുലിയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇവരുടെ ഒരു വേറെ പ്രത്യേകം വെച്ചാൽ ഇനി കരിമ്പുലിയുണ്ട്. അതൊരു സസ്പെൻസ് ആയിട്ട് വരുന്ന ഒരു സംഭവമായിട്ട് അതുകൊണ്ട് അത് ഒരാളാണ് ഒരു ടീമിൽ വരുന്നത്. നിങ്ങളുടെ ടീമിൽ എത്ര പേര്? 50 പേരാണ്. 54 പുലി അതിന്റെ മേളം. ആ മേളം കൂടെ വന്നാൽ ഇവരുടെ ഒരു ഓളം, തൃശ്ശൂരിന്റെ ഒരു ഓളം വരണമെങ്കിൽ മേളം കൂടെ വരണം അല്ലേ? കാരണം എങ്കിലും നമുക്ക് പൊളിക്കും ഒരു വൈബായിട്ട് നമുക്ക് വരത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ കുലുക്കവും ഒക്കെ വന്ന് അതിനകത്ത് മേളം വന്നാലും നമുക്ക് നാടാൻ പറ്റുള്ളൂ അല്ലേ? മേളം 6 മണിയൊക്കെ വന്നാലും നമുക്കൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ 6 മണിക്ക് കിട്ടും. പ്രത്യേകിച്ച് ഈ മേളത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലേ? മേളം ഉണ്ടെങ്കിൽ കാണിക്കായിരുന്നു. വടി പിടിച്ചു വെക്കുന്ന പുലിയെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം സന്തോഷം. അപ്പൊ കപ്പടിച്ചു പോവാ. ഓക്കെ ചേട്ടാ, ഇത് പേരെന്താ? ജോസ്. ചേട്ടൻ എത്ര നാളായി ഈ ഇത് തുടങ്ങിയിട്ട്? നമ്മൾ പുലികളെ ഒരുക്കാൻ തുടങ്ങിയിട്ട് 42 കൊല്ലായി. 42 കൊല്ലം. ഇതിന്റെ ഒരു കലാവിരുത് എങ്ങനെയാ ചേട്ടാ? കാരണം പേപ്പറിലൊക്കെ വരയ്ക്കുന്നത് നമ്മൾ കണ്ടു, പക്ഷെ മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു പുലിയെ കൊത്തുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ വരയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് കുറച്ച് കൊല്ലം പരിശീലിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അതിന് പ്രത്യേക പ്രാക്ടീസ് വേണം. എന്നാലും അത് വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ഫ്ലാറ്റായ സ്ഥലത്ത് വരയ്ക്കുന്ന ആ പെർഫെക്ഷൻ ഇവിടെ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ ആ ശരീരത്തിൽ കാണുമ്പോൾ നമുക്ക് ഒരു പുലിയുണ്ട്. ആ പുലിയിലേക്ക് കളർ വെച്ച് കൊടുത്താൽ മതി. എന്തായാലും അവിടെ തിളങ്ങുള്ളൂ. അതാ ആ രൂപത്തുമ്പോ നമ്മള് പല്ലും നോക്കും, കണ്ണൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പുലിയായിട്ട് വരും. പ്രത്യേക കളർ കോർഡിനേഷൻ, കളർ രൂപീകരണം അങ്ങനെയൊക്കെ ഉണ്ടാവും. കളറ് നമ്മള് അരച്ചുണ്ടാക്കണ പെയിന്റ് അല്ലേ? ഇതിന് വേണ്ടിട്ട് നമ്മള് പെയിന്റ് പൊടി വാങ്ങും. എന്താ അത് സിങ്ക് ഓക്സൈഡ്, അതും വാർണിഷിലെ അരച്ച്
നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വരയ്ക്കാൻ പാകത്തിലാക്കി എടുക്കും. എന്നിട്ട് അതാണ് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് നമ്മൾ നാടൻ പുലികൾ പിന്നെ ഫ്ലോറസെന്റ് കളറുകൾ വേറെ ഉണ്ട്. ലാസ്റ്റ് വരും. ജോസേട്ടൻ എത്ര കൊല്ലം ഈ പുലി വരയ്ക്കാൻ തുടങ്ങിയിട്ട്? 42 കൊല്ലം. 42. ഒന്ന് എണിച്ചെന്ന് ആദരിക്കട്ടെ. 42 കൊല്ലമായിട്ട് പുലിയെ വരയ്ക്കുന്ന ഒരു പുലിയാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ചില്ലറ കക്ഷിയല്ല. 42 കൊല്ലം. ഒന്ന് ഓർത്ത് നോക്ക്. ഇവിടെ ഈ 42 കൊല്ലത്തിനിടയിൽ ഉണ്ടായ മാറ്റം എന്താ? തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നോ? തുടക്കത്തിൽ ഓരോ ടീമിലും 25-15 പുലിയൊക്കെ ഉണ്ടാവാറുള്ളൂ. അതിങ്ങനെ കയറി ഇപ്പോൾ 50-55 100 പുലി വരെ ഇറക്കിയ സീസണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ജനങ്ങൾ കൂടുതൽ ആകർഷിച്ചു വരുന്നു. പണ്ടത്തെ മാതിരി ഉള്ളൊരു അവഗണന ഉണ്ടായിരുന്നു പണ്ട്. അപ്പം അതില്ല. ആവേശമായി പുലികളി. എല്ലാവരും അത് ഏറ്റെടുത്തു, ജനങ്ങൾ മുഴുവൻ. എത്ര പുലിയെ വരയ്ക്കും ഇത്തവണ? ഞാനൊരു 15-20 വരയ്ക്കാൻ പറ്റുള്ളൂ. 15 പുലിയെ പിടിക്കും എല്ലാ വർഷവും? അങ്ങനെയാണ് ഒരു കണക്ക്? എല്ലാ വർഷവും ചില സമയത്തേക്ക് 20 ആണല്ലേ? അത് ചിലപ്പോൾ നമുക്ക് ടൈറ്റ് ഉണ്ടാവും, ആർട്ടിസ്റ്റുകൾക്ക് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ എണ്ണം കൂടുന്ന രീതിയിലുള്ള വരയ്ക്കും. അപ്പം 42 വർഷത്തെ എക്സ്പീരിയൻസ് അടിച്ചു പൊളിക്കട്ടാ. അപ്പം നല്ലൊരു ഗംഭീര പുലിയെ മരിച്ച് 42 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് ജോസേട്ടൻ നമ്മളോട് പങ്കുവെച്ചത്. അപ്പം അങ്ങനെ ഈ പുലികളിയുടെ പുറകിലുള്ള കുറേ അധ്വാനം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ സംഗതി. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ രാവിലെ 6 മണി മുതൽ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാതെ 6 മണി മുതൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇത് പെയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങി പിടിച്ചതിന് ശേഷം അടുത്ത വരയ്ക്കുന്നതിന് ശേഷമാണ് അതൊരു ബേസ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരയ്ക്കാൻ പോകുന്നത്. ആ വരച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം വരുന്നത്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലൈവിലൊക്കെ വരുമ്പോൾ ആ ഒരു മേളവും കൂടെ കിട്ടുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഒരു ഓളമായിട്ട് തന്നെ നമുക്ക് തൃശ്ശൂരിൻ്റെ ഒരു പുലികളിയിലോട്ട് പോകാൻ പറ്റും.